ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇസ്രായേലിലെ 10 നഷ്ടഗോത്രങ്ങളാണ് ഇന്നത്തെ ഇന്ത്യൻ ജനത. ഈ വിഷയമാണ് കഴിഞ്ഞ വീഡിയോയിൽ നാം ചിന്തിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ ഇന്ന് ചിന്തിക്കാവുന്നതാണ്. അതിനു മുമ്പായി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ വിഷയം ഒന്ന് ചുരുക്കത്തിൽ ചിന്തിക്കാം. ബൈബിളിൽ അബ്രഹാം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ബ്രഹ്മാവ് എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറ സരസ്വതി എന്ന പേരിൽ അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഇസഹാക്ക് ഇന്ത്യയിൽ ഈശ്വരൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് പാർവതി. ഇസഹാക്കിൻ്റെ മക്കൾ ഏശാവും യാക്കോബും. ഈ ഏശാവ് വിനായകൻ, ഗണേശൻ എന്ന പേരുകളിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്നു. അതുപോലെ യാക്കോബ് ഇസ്രായേൽ എന്ന് മറ്റൊരു പേരുണ്ട്. ഇസ്രായേലാണ് വേലൻ എന്ന പേരിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്നത്. അതായത് ഈശ്വരവേലൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈശ്വരൻ എന്ന് പറയുന്നത് ഇസഹാക്കിൻ്റെ പേരാണ്. അപ്പോൾ പിതാവായ ഇസഹാക്കിൻ്റെ പേരും മകൻ്റെ പേര് വേലൻ, അങ്ങനെ അച്ഛൻ്റെ പേര് കൂട്ടി ഈശ്വര വേലൻ എന്നാണ് യാക്കോബിൻ്റെ പേര് വരുന്നത്. ഈ പേരാണ് ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. തമിഴ് ബൈബിൾ പരിശോധിക്കുമ്പോൾ ഏലിനു പകരം, ഏൽ എന്ന വാക്കിന് പകരം വേൽ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേല്യർ എന്ന് പറയുമ്പോൾ ഇസ്രവേലറുകൾ എന്നാണ് തമിഴിൽ വരുന്നത്. ഇസ്രായേൽ എന്ന യാക്കോബിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒന്ന് റാഹേൽ, 2 ലേയ. ഇവർ ഇന്ത്യയിൽ വള്ളി ദൈവാനൈ എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നീട് മോശയെക്കുറിച്ച് കാണുകയുണ്ടായി. അഗസ്ത്യമുനി എന്ന് ഇന്ത്യൻ പുരാണങ്ങളിൽ പറയപ്പെടുന്ന മുനികളുടെ ഗുരുമുനി, ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന എല്ലാ മുനിമാരുടെയും ഗുരുവായി കാണപ്പെടുന്ന ഗുരുമുനി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഈ മോശെ. ഈ മോശയാണ് ഇന്ത്യയിൽ അഗസ്ത്യമുനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. മോശയുടെ സഹോദരനാണ് അഹരോൻ. ഇദ്ദേഹം ഇന്ത്യയിൽ അഗസ്ത്യമുനിയുടെ സഹോദരനായ വശിഷ്ഠമുനി എന്ന പേരിൽ അറിയപ്പെടുന്നു. മോശയും അഗസ്ത്യമുനിയും ഒന്നാണെന്നുള്ളതിന് നാം കണ്ട തെളിവുകൾ അഗസ്ത്യമുനി കുടമുനി എന്ന പേരിൽ അറിയപ്പെടുന്നു. മോശയും ഒരു കുട്ടയിലാക്കി നദിയിൽ ഒഴുക്കിവിട്ടതായി നമുക്ക് കാണാൻ കഴിയുന്നു. രണ്ടാമതായി, അഗസ്ത്യമുനി അഗ്നിഭഗവാനും വരുണഭഗവാനും ജനിച്ചതാണെന്ന് പുരാണത്തിൽ പറയപ്പെടുന്നു. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? മോശെ ഇസ്രായേൽ ജനത്തെ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം വഴി നടത്തി വരുമ്പോൾ ദൈവം രാത്രിയിൽ അഗ്നിസ്തംഭമായും പകൽ മേഘസ്തംഭമായും ഇസ്രായേൽ ജനത്തെ വഴി നടത്തിയിരുന്നു. അപ്പോൾ നിരന്തരം ദൈവത്തിൻ്റെ ആലോചന കേൾക്കുവാൻ വേണ്ടി പകൽ മേഘത്തിൻ്റെ അടുത്തും രാത്രിയിൽ അഗ്നിയുടെ അടുത്തും പോയി വന്ന് ആ ആലോചനകൾ ദൈവമക്കളോട് അറിയിക്കുന്നത് കൊണ്ട് ഇസ്രായേൽ ജനം നിരന്തരമായി ഈ സംഭവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പോകുന്നു, അദ്ദേഹത്തിന് അവിടെ നിന്ന് ആലോചനകൾ ലഭിക്കുന്നു, അത് വീണ്ടും വന്ന് ജനത്തോട് പറയുന്നു, അതും പ്രകാരം ദൈവം നടത്തി. അപ്പോൾ ഇങ്ങനെ നിരന്തരമായി ഈ മേഘസ്തംഭത്തോടും അഗ്നിസ്തംഭത്തോടും ഒരു ഐക്യം ഈ മോശയ്ക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് കണ്ട ജനങ്ങൾ പിൽക്കാലത്ത് അവരത് അവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തു. അനേക തലമുറകൾക്ക് ശേഷം എഴുതിയ ഗ്രന്ഥത്തിൽ അവർ പുരാണങ്ങളായിട്ട് അവർക്ക് ഓർമ്മയുള്ള കഥകൾ എഴുതിയപ്പോൾ അഗസ്ത്യമുനിയുടെ മാതാപിതാക്കളാണ് അഗ്നിയും വരുണനും എന്ന പേരിൽ അത് മാറ്റി എഴുതി. കാരണം ഒരുപാട് തലമുറ കഴിഞ്ഞുപോയി, കൃത്യമായി എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അവരുടെ കയ്യിൽ രേഖകളില്ലായിരുന്നു. അപ്പോൾ വാമൊഴി പാരമ്പര്യത്തിലൂടെ പറഞ്ഞു പോയിരിക്കുന്ന കാര്യങ്ങൾ അവർ വിശ്വസിച്ച് അത് പിന്നീട് അവസരം കിട്ടുന്ന സമയത്ത് അവരവിടെ എഴുതുകയാണ് ചെയ്തത്. അതുപോലെ അഗസ്ത്യമുനി ആദ്യത്തെ ഗുരുമുനി എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ തന്നെയാണ് മോശ ആദ്യ പ്രവാചകനായിട്ടാണ് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സംഘകാല കൃതികളിൽ കാണുന്ന മേറുമല എന്നത് സീനായ് മലയാണ്, ബൈബിളിലെ സീനായ് മലയാണ്. അതുപോലെ ചെങ്കടലിനെ 2ആയി പിളർന്ന സംഭവം. ഇസ്രായേൽ ജനത്തെ മോശെ മുഖാന്തരം ദൈവം വഴി നടത്തി വരുന്ന സമയത്ത് ഫറവോൻ്റെ സൈന്യം പിന്തുടർന്നപ്പോൾ അവർക്ക് മുമ്പിൽ ചെങ്കടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലൂടെ ദൈവം അവർക്ക് വഴി തുറന്നു. ആ ചെങ്കടലിനെ ദൈവം 2ആയി പിളർന്നു. അങ്ങനെ ഇസ്രായേൽ ജനത്തിന് മുമ്പോട്ട് പോകുവാൻ സാധിച്ചു. പിന്നാലെ വന്ന ഫറവോനും സൈന്യവും ആ വഴി പകുതി എത്തിയപ്പോൾ വീണ്ടും വെള്ളം വന്നു മൂടി അവരെ നശിപ്പിക്കുകയുണ്ടായി.
ഈ കാര്യമാണ് പുരാണങ്ങളിൽ അഗസ്ത്യമുനി സമുദ്രം കുടിച്ചതായി ചൂണ്ടിക്കാണിക്കുന്നത്. ദേവന്മാരെ രക്ഷിക്കേണ്ടതിന് സമുദ്രത്തെ വലിച്ചു കുടിക്കുകയും ദേവന്മാർക്ക് പിന്നാലെ വന്ന അസുരന്മാരെ ഇല്ലാതാക്കേണ്ടതിന് വീണ്ടും ആ വെള്ളം ആ വായിൽ നിന്നും വീണ്ടും തുപ്പി ആ അസുരന്മാരെ മുഴുവനും നശിപ്പിച്ചതായും പുരാണ കഥകൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ കഥ ചൂണ്ടിക്കാണിക്കുന്നത് മോശയുടെ ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ച സംഭവത്തെക്കുറിച്ചാണ്. ഈ കഥ മഹാഭാരതത്തിൽ വനപർവ്വത്തിൽ അദ്ധ്യായം 101 മുതൽ 105 വരെയുള്ള ഭാഗത്ത് വായിക്കാവുന്നതാണ്. ഇനി അടുത്തതായി ആദ്യ സംഘകാല ഗ്രന്ഥങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. സംഘകാല കൃതികളിൽ മധുനാറൈ, മുതുകുറുകു, പരിപാടൽ, അഗസ്ത്യം ഈ 4 ആദ്യ സംഘത്തിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ. ഇതിൽ ആദ്യത്തെ 2 സംഘഗ്രന്ഥങ്ങൾ ലഭിച്ചിട്ടില്ല. അതിന് കാരണം ആദ്യ 2 സംഘങ്ങൾക്ക് ശേഷം രാജ്യം 2ആയി വിഭജിക്കുന്നു. യഹൂദ്യ എന്നും ശമര്യ എന്നും 2ആയി മാറുന്നു. അന്നുണ്ടായിരുന്ന എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളെല്ലാം ജെറുസലേം ദേവാലയത്തിലായിരുന്നതുകൊണ്ട് ശമര്യയിലുണ്ടായിരുന്ന 10 ഗോത്രങ്ങൾക്ക് അവ ലഭിച്ചില്ല. BC 702 സർഗോൺ അസീറിയൻ രാജാവായ സർഗോൺ രണ്ടാമൻ ശമര്യയെ പിടിച്ചുകൊണ്ടുപോയി. പിൽക്കാലത്ത് അവർക്ക് ഓർമ്മയുള്ള സംഭവങ്ങൾ തങ്ങളുടെ മക്കളോട് തുടർന്ന് വന്ന തലമുറകളോട് അവർ പറഞ്ഞു കൊടുത്തു. അങ്ങനെ വാമൊഴി പാരമ്പര്യമായി കേട്ട കഥകളായിട്ട് അവർ ഓർമ്മ വച്ചു. നിരവധി തലമുറകൾക്ക് ശേഷം അവർക്ക് അവസാനമായി ഓർമ്മയുള്ള കാര്യങ്ങൾ അവർക്ക് അവസരം ലഭിച്ചപ്പോൾ അവരവ എഴുതി കഥകളാക്കി മാറ്റി. അവയാണ് ഇന്ന് പുരാണ കഥകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആദ്യത്തെ സംഘമുണ്ടായിരുന്ന കാലഘട്ടം സംഘകാല കൃതികളിൽ 4440 എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇത് 4000 എന്നുള്ളത് തെറ്റാണ്. പിൽക്കാലത്ത് അവർക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരെഴുതിയപ്പോൾ ഈ 440 എന്നുള്ളത് 4440 മാറിയതാണ്. എന്നാൽ ഇത് 440. അതായത് ഈജിപ്തിൽ നിന്നും ജനം വനാന്തരത്തിലൂടെ വന്ന കാലഘട്ടം 40. വാഗ്ദത്ത ദേശത്ത് വന്ന ശേഷം ന്യായാധിപന്മാരുടെ കാലഘട്ടം 400 സംവത്സരം. മുഴുവനായി 440 സംവത്സരമാണ് ആദ്യ സംഘകാലം എന്നറിയപ്പെടുന്നത്. ആദ്യ രാജാവായ ശൗലിൻ്റെ കാലം മുതൽ 2ാം സംഘകാലം തുടങ്ങുകയാണ്. അതായത് ഇടൈ സംഘം എന്ന് പറയും, ഇടയ്ക്കുള്ള സംഘം. ഈ സംഘത്തെക്കുറിച്ച് പ്രധാനമായും 3 തെളിവുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത് 1 ബൈബിൾ പഴയ നിയമം, 2 സംഘകാല കൃതികൾ, 3 വിഷ്ണുവിൻ്റെ 10 അവതാരങ്ങൾ. തെക്ക് യൂദയായിലുള്ള ജനങ്ങളാൽ എഴുതപ്പെട്ടതാണ് ആദ്യത്തെ 2 സംഘകാല കൃതികൾ. തെക്ക് യൂദയ ജനങ്ങളെ ബാബിലോണിയർ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ എഴുതപ്പെട്ട കൃതികൾ ജെറുസലേം ദേവാലയത്തിലായിരുന്നു. അത് അവർക്കും ലഭിച്ചില്ല. വിഷ്ണുവിൻ്റെ 10 അവതാരം എന്ന ഗ്രന്ഥം വടക്ക് ഇസ്രായേൽ ജനങ്ങളാൽ പിന്നീട് എഴുതപ്പെട്ടതാണ്. അതായത് വടവേങ്കടം. വടക്ക് ഇസ്രായേലിനെ സംഘകാല കൃതികളിൽ വടവേങ്കടം എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. വടവേങ്കടത്തിൻ്റെ അധിപതിയായ വേങ്കടാചലപതിയെക്കുറിച്ച് ഇതിൽ പറയപ്പെട്ടിരിക്കുന്നു. ഈ വേങ്കടത്തിൻ്റെ അധിപതിയാണ് കുമരവേലൻ എന്ന വ്യക്തി. അവരുടെ ജീവചരിത്രം തലമുറകൾക്ക് ലഭിച്ച പ്രകാരം ഓർമ്മയിലുള്ളതുപോലെ കഥകളാക്കി, അതായത് പുരാണ രൂപത്തിൽ അവർ എഴുതി സൂക്ഷിച്ചു. സംഘകാല കൃതികളിൽ തെക്ക് യൂദയ തെൻകുമരി എന്നും വടക്ക് ഇസ്രായേൽ വടവേങ്കടം എന്നും പറഞ്ഞിരിക്കുന്നു. തെക്ക് യൂദയായിലുള്ള ജനങ്ങളുടെയാണ് ഈ സംഘകാല കൃതികൾ. അവ രണ്ടും ലഭിക്കാത്തതിനാൽ അതിലുള്ള ഭാഗങ്ങൾ ഓർമ്മയിൽ നിന്നും 3ാം സംഘകൃതികളിലും ചേർത്തിരിക്കുന്നു. അതായത് പഴയ നിയമത്തിലെ പല പരാമർശങ്ങളും പുതിയ നിയമത്തിൽ ചേർത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ 1ഉം 2ഉം സംഘത്തിലെ സംഭവിച്ച കാര്യങ്ങൾ അവർക്ക് കൃത്യമായ വിവരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരുടെ ഓർമ്മയിലുള്ളതുപോലെ ആ കാര്യങ്ങൾ 3ാം സംഘകാല കൃതികളിൽ കാണുവാൻ സാധിക്കുന്നു. ആദ്യ സംഘം 440 വർഷമാണ്, ഈജിപ്ത് മുതൽ ആദ്യ രാജാവായ ശൗൽ വരെ. ഈ 2ാം സംഘത്തിലും അഗസ്ത്യ മുനിയെക്കുറിച്ച് പറയുന്നു. ആദ്യ സംഘകാല അഗസ്ത്യൻ ഗുരുമുനി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. എന്നാൽ 2ാം സംഘ അഗസ്ത്യൻ കുറുമുനി, അതായത് കുള്ളനായ മുനി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് കൂടുതലായി അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്.